ഹലോ ഡിയേഴ്സ്, അപ്പോൾ അവസാനം പഠിക്കാനിരിക്കുന്ന ചങ്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും പഠിച്ചില്ല, ഇനിയിപ്പം ഏത് പഠിക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ് എന്ന് ചോദിച്ച് നടക്കുന്ന ചങ്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ മറക്കരുത്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാനം നിങ്ങൾക്ക് ഇപ്പം പഠിക്കാൻ ഉള്ള സമയം കൊണ്ട് എങ്ങനെ പഠിക്കാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഹെൻറീസ് ലോ നന്നായിട്ട് ഞങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഇതെന്തായാലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ, 4 ചാപ്റ്ററിൽ ഞാൻ പറയാട്ടോ. എന്നിട്ട് അവസാനം ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിന് 2-3 ക്വസ്റ്റൻ അതുകൂടി ഞാൻ പറഞ്ഞുതരാം. അതുകൂടി കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി. അപ്പോൾ ഇത് പിന്നെ ആപ്ലിക്കേഷൻ ആണെന്ന് പഠിച്ചു വെച്ചോളൂ. സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ സ്ക്യൂബ ഡൈവേഴ്സിലെ ബെൻസ്, അനോക്സിയ, റൗൾസിലോ പഠിച്ചു വെച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും അതിന്റെ ഡെഫിനിഷനും 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പേരും ഒപ്പം അതിന്റെ ഇക്വേഷനും പറ്റുമെങ്കിൽ നോക്കി പോയിക്കോളൂ. കാരണം ന്യൂമറിക്കൽ വരുമ്പോൾ ഇക്വേഷൻ എഴുതി വെച്ചാലും അതിന്റെ മാർക്ക് കിട്ടും. പിന്നെ വാൻഡോ ഫാക്ടറും അതിന്റെ വാൻഡോ ഫാക്ടർ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. I ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് എഴുതി വെക്കുക. അത് തന്നെയാണ് ഇവിടെ ഉണ്ടല്ലോ. എന്താണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അങ്ങനെ എഴുതി വെച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ റേഷ്യോ ഓഫ് ഒബ്സർവ്ഡ്. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഓസ്മോട്ടിക് പ്രഷറും ആപ്ലിക്കേഷൻ, കടൽ വെള്ളം ശുദ്ധീകരിക്കാൻ, ഡീസലൈനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ സീ വാട്ടർ എളുപ്പമാണ്. പിന്നെ ഓസ്മോട്ടിക് പ്രഷർ ഡെഫിനിഷൻ, നേൺസ്റ്റ് ഇക്വേഷൻ, ഇത് അങ്ങോട്ട് കാണാൻ പഠിച്ചേക്കുക. E₀ E0 സെൽ മൈനസ് 0.059 n × ലോഗ്. ഇത് സി ആണ്, ക്യാപിറ്റൽ സി ആർ. പിന്നെ അതിന്റെ മുകളിൽ ചെറിയ സി, ഡി ഇത് ക്യാപിറ്റൽ ഡി ആണ്, ഇത് ക്യാപിറ്റൽ ഡി കേട്ടോ. പിന്നെ മുകളിൽ ചെറിയ ഡി, എ ക്യാപിറ്റൽ എ ബി ബി, അങ്ങനെ അത് പഠിച്ചു വെക്കുക. നേൺസ്റ്റ് ഇക്വേഷന് ജനറൽ ഫോം. പിന്നെ അത് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഡാനിയൽസിലും പഠിച്ചു വെച്ചോളൂ. എനിവേ ഇതിനൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇത് എവിടെയാണ് ക്ലാസ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആപ്പിൽ നമ്മൾ അതിനകത്ത് ചില വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള സൗകര്യമുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻസ് ഡീറ്റെയിൽ ആയിട്ടും ആപ്പിലുണ്ട്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ വെക്കാം. അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിനകത്ത് ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതിനകത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇനി മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് കോൺസെൻട്രേഷനുമായിട്ട് മാറുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനിവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഈ ഗ്രാഫ് അങ്ങ് വരച്ചു വെച്ചോളൂ. കണ്ടോ, ഇങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാൻ അറിയില്ലേ? എന്നിട്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക, വീക്ക് ഇലക്ട്രോലൈറ്റ്, ഇങ്ങനെ അങ്ങ് വരയ്ക്കുക, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഈ ഭാഗം മോളാർ കണ്ടക്ടിവിറ്റി എന്ന് കൊടുക്കുക, ഈ ഭാഗം √C എന്ന് എഴുതി വെക്കുക കേട്ടോ. ഇത് ഡെൽറ്റ എം എന്നുള്ള രീതിയിൽ ഇങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം എന്താണ് ചോദ്യം? ഗ്രാഫിക്കലി റെപ്രസെന്റ് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന അതാണ്. പിന്നെ നിങ്ങൾ മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ ചോദിക്കും, കോൾട്രാഷ് ലോന്റെ ഡെഫിനിഷൻ ചോദിക്കും. കോൾട്രാഷ് ലോന്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, പക്ഷേ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ അതിനകത്ത് കമന്റിൽ അത് എഴുതി വിട്ടേക്കാം. ഇല്ല, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കോൾട്രാഷ് ലോ വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ H2O2 ഫ്യൂവൽ സെൽ നമ്മൾ പറഞ്ഞില്ല. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ സാധനം നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കാൻ അങ്ങ് പഠിച്ചോളൂ. പിന്നെ പറ്റുമെങ്കിൽ ഈ റിയാക്ഷൻ നോക്കിക്കോളൂ. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് 5 സ്റ്റാറുകൾ എന്ന് പറഞ്ഞത്. മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ സ്റ്റാൻഡേർഡ് EMF എവിടെ കണ്ടാലും ഈ ഫോർമുല എഴുതി വെച്ചോളൂ. E₀ സെൽ E₀ കാഥോഡ് മൈനസ് E₀ ആനോഡ്. അപ്പോൾ അതിനെങ്കിലും മാർക്ക് കിട്ടും. പിന്നെ ഇത് പറഞ്ഞു, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ റിയാക്ഷൻ ചിലപ്പോൾ ചോദിക്കും, ഈ ആനോഡ് കാഥോഡ് റിയാക്ഷൻ. പിന്നെ റീചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവുന്നതുകൂടി ഓർത്ത് വെക്കുക. സെക്കൻഡറി ബാറ്ററിയുടെ ഇത് ചോദിക്കാം, അതിൻ്റെ സംഭവങ്ങൾ എന്താണ് സെക്കൻഡറി ബാറ്ററി, പ്രൈമറി ബാറ്ററി, പിന്നെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി നമ്മൾ പറഞ്ഞല്ലോ. കൊറോഷൻ എന്താണ് ഡെഫിനിഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രാജുവൽ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ സംഭവം. പിന്നെ അത് നശിച്ചു പോവുക, ഇരുമ്പൊക്കെ നശിച്ചു പോകുന്ന സംഭവം. പിന്നെ അതിൻ്റെ ആനോഡ് കാഥോഡ് റിയാക്ഷൻ ചോദിക്കാം. പിന്നെ അതൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ ആനോഡ് കാഥോഡൊക്കെ ചോദിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹാഫ് ലൈഫ്, അതിന്റെ ഡെറിവേഷൻ, ആകെ ഒരു ഡെറിവേഷൻ ഉള്ളു കെമിസ്ട്രിയിൽ, അത് പഠിച്ചു വെക്കുക. പിന്നെ T₂, അതിന്റെ പ്രോബ്ലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ അതൊക്കെ. പിന്നെ സ്യൂഡോ റിയാക്ഷൻ ഒരു രക്ഷയില്ല, നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. പിന്നെ അതിനകത്ത് ഈ ഒരു യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫസ്റ്റ് ഓർഡർ ചോദിക്കും. അറേനിയസ് ഇക്വേഷൻ പഠിച്ചു വെക്കുക. പിന്നെ അറേനിയസ് ഇക്വേഷന്റെ ലോഗരിതമിക് ഫോം കൂടി നോക്കി വെച്ചോളൂ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇതിന്റെ സൊല്യൂഷൻ നമ്മുടെ ആപ്പിലുണ്ട് ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഇനി D&Fൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലാന്തനോഡ് കൺട്രാക്ഷൻ, അതിന്റെ റെഗുലർ ഡിക്രീസ്, കോൺസിക്വൻസ് ഞാൻ ഇവിടെ ഒന്നേ എഴുതിയിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺസിക്വൻസ് എഴുതാം. കോൺസിക്വൻസ് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ പറഞ്ഞു സൊല്യൂഷൻ നമ്മുടെ ആപ്പിലുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കാണാം. K2CR2O7 അല്ലെങ്കിൽ KMnO4. എനിക്ക് തോന്നുന്നു KMnO4 ആയിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ള രീതിയിലാണ്. പിന്നെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. എന്തുകൊണ്ടാണ് കളേഡ് നിങ്ങൾ എന്തുകൊണ്ടാണ് കോർഡിനേഷൻ എന്താ പറയുക, ഡി ബ്ലോക്ക് എലമെന്റ്സിൻ കോർഡിനേഷൻ കോമ്പൗണ്ട് കോംപ്ലക്സസ് കളേഡ് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസിന്റെ കോമ്പൗണ്ടുകൾ കളേഡ് കാണിക്കുന്നത് വെച്ചാൽ DD ട്രാൻസിഷൻ. പിന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള റീസൺ അത് ചിലപ്പം ചോദിച്ചേക്കാം. പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതുകൂടി അങ്ങ് സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങളെ സെറ്റായി.
അപ്പൊ ഇത്രയും ക്വസ്റ്റ്യനുകൾ ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോസ്റ്റ് ഓരോ ചാപ്റ്ററിൽ നിന്ന് 3 പറഞ്ഞു തരാൻ. ആ 3 ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഹെൻറീസ് ലോ സൊല്യൂഷൻ ആണെങ്കിൽ ഹെൻറീസ് ലോ, ദെൻ ഐഡിയൽ സൊല്യൂഷൻ പ്രോപ്പർട്ടീസ്, ഗ്രാഫ് സംഭവങ്ങൾ, പിന്നെ ഓസ്മോട്ടിക് പ്രഷർ, വാൻ ഹോഫ് ഫാക്ടർ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡെഫിനിഷൻ നോക്കിക്കോളൂ. പിന്നെ അടുത്തത് മോളാർ കണ്ടക്ടിവിറ്റി, കോൾഡ്രാഷ് ലോ, H2O2 ഫ്യൂവൽ സെല്ല്, ലെഡ് സ്റ്റോറേജ് ബാറ്ററി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ വേണമെങ്കിൽ കൊറോഷൻ കൂടി നോക്കിക്കോളൂ. പിന്നെ ഇതിന്ന് നമ്മുടെ ഹാഫ് ലൈഫിന്റെ ഡിഫൈൻ ഹാഫ് ലൈഫ്, അതിന്റെ പ്രോബ്ലം, പിന്നെ അറേനിയസ് ഇക്വേഷൻ, അതിന്റെ ഗ്രാഫ് ചോദിക്കാം. പിന്നെ ഇതിനകത്ത് നിന്ന് അതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഡിഫറൻസ് അത് ഞാൻ അതിൽ വെച്ചിട്ടില്ല. ഞാൻ നമ്മുടെ എവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ PDF അതിനകത്ത് സൊല്യൂഷനിൽ വെച്ചിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് 5 സ്റ്റാർ ആണ്, അത് മോസ്റ്റ് 5 സ്റ്റാർ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. പിന്നെ ഡി ബ്ലോക്കിൽ എന്തുകൊണ്ട് സിങ്ക്, കാഡ്മിയം, മെർക്കുറി ട്രാൻസിഷൻ എലമെന്റ്സ് അല്ല, എന്താണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ, അല്ലെങ്കിൽ KMnO4ന്റെ K2CR2SO പ്രിപ്പറേഷൻ, കളേഡ് എന്തുകൊണ്ടാണ് DD ട്രാൻസിഷൻ. ഇത്രയുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ വീഡിയോസ് സൊല്യൂഷൻ ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് അതിൻ്റെ ഓപ്ഷൻ ഞാൻ പറയാം, അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ വെക്കാം. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ വഴി നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിനകത്ത് വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകളോട് ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.